ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ, പരിശുദ്ധ നോമ്പിൻ്റെ പാതി ഓട്ടം നമ്മൾ പിൻവിട്ട് ഒരു വലിയ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ്. യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യനായതിൻ്റെ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് നോമ്പിൻ്റെ ഓരോ ഞായറാഴ്ചകളിലും നാം വായിച്ചു കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വേദഭാഗം, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനെ, എല്ലാവരാലും തള്ളപ്പെട്ടവനെ ചേർത്ത് നിർത്തുവാനായിട്ട് ഒരു ദൈവസ്നേഹമുണ്ട് എന്നുള്ള പഠിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യനായതിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് വേദപുസ്തകത്തിൽ വിവിധ തരത്തിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പല ആളുകൾ പലതരത്തിൽ പല ഇടങ്ങളിൽ പ്രാർത്ഥിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സബദിപുത്രന്മാരുടെ അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമായ കർത്താവേ, എൻ്റെ 2 മക്കളെയും നിൻ്റെ സന്നിധിയിൽ തരികയാണ്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഒരാളെ നിൻ്റെ വലതുഭാഗത്തും മറ്റേ ആളിനെ നിൻ്റെ ഇടതുഭാഗത്തും ഇരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളും ഇത്തരത്തിൽ പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. അർഹമായ സ്ഥാനം തമ്പുരാനെ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ജീവിതയാത്രകളിൽ ബലഹീനതകളൊക്കെ നമ്മെ വല്ലാണ്ട് ഏറുമ്പോഴും നമ്മളെ വല്ലാണ്ട് അലട്ടുമ്പോഴും ഒക്കെ പലപ്പോഴും കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ ആശ്രയം വെക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാവുന്നുണ്ടോ എന്നുള്ളത് ഒരു സ്വയപരിശോധന നടത്തേണ്ട സമയം കൂടിയാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ സബദിപുത്രന്മാരുടെ അമ്മ പറയുകയാണ്, തമ്പുരാനെ, എൻ്റെ 2 മക്കളെയും നിൻ്റെ കൂടെ നടന്ന മക്കളാണ്, നിന്നോടൊപ്പം ആയിരുന്നവരാണ്, എന്തൊക്കെയാണെങ്കിലും അർഹമായ ഒരു സ്ഥാനം നിൻ്റെ ഇടങ്ങളിൽ വലതുഭാഗത്തും ഇടതുഭാഗത്തും നൽകണമേ എന്ന്. ഒരു അല്പം സ്വാർത്ഥത അതിൽ കടന്നു വരുന്നില്ലയോ എന്നുള്ളത് പലപ്പോഴും ചിന്താവിഷയമാക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. യേശുതമ്പുരാൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, അവരെന്നോടൊപ്പം ഒക്കെ നടന്നു, അവരെന്നോടൊപ്പം ഒക്കെ പ്രവർത്തിച്ചു, അവരെന്നോടൊപ്പം ഒക്കെ ആയിരുന്നെങ്കിലും അത് അർഹരായവർക്ക് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് അവർ അർഹരായവർക്ക് വേണ്ടി മാത്രം നൽകേണ്ട സ്ഥാനമാണ് എൻ്റെ വലതുഭാഗവും ഇടതുഭാഗവും എന്ന് പറയുന്നു. പിന്നെ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് 2 കള്ളന്മാർ യേശുതമ്പുരാൻ്റെ 2 ഭാഗങ്ങളിലായി കുരിശിൽ തറയ്ക്കപ്പെടുകയാണ്. അതിൽ വലതുഭാഗത്തെ കള്ളന് ഒരുപക്ഷെ ഒരു മനുഷ്യൻ പോലും ചിന്തിക്കാത്ത, ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങളിൽ പോലും നിരൂപണങ്ങളിൽ പോലും വരാത്ത, സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു കള്ളനാണ് ആ പറുദീസായുടെ അനുഭവം. വലതുഭാഗത്തെ ശ്രേഷ്ഠമായ അനുഗ്രഹമായ അനുഭവം ആ കള്ളനാണ് ലഭിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഡിമാൻഡ് അനുസരിച്ച് ആവരുതെന്നുള്ളത് സഭ പലപ്പോഴും നമ്മെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത്. ഈ നോമ്പിൻ്റെ അനുഭവതലങ്ങൾ നമ്മളായിരിക്കുമ്പോൾ ഈ അർഹമായ സ്ഥാനം തമ്പുരാനെ നിൻ്റെ വലതുഭാഗത്തിരിക്കുവാനും നിൻ്റെ ഇടതുഭാഗത്തിരിക്കുവാനും തക്കതായ ജീവിത ക്രമീകരണം, ആ തരത്തിലേക്ക് എൻ്റെ സ്വഭാവത്തെ, എൻ്റെ ജീവിത ശൈലികളെ ആക്കി തീർക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ശാന്തമായിട്ട് ചിന്തിക്കേണ്ട സമയമാണ് നോമ്പെന്ന് പറയുന്നത്. നമ്മുടെ ബ്രിട്ടനിൽ കനികളിലൊക്കെ കാനറി പക്ഷികളെ ഉപയോഗിക്കാറുണ്ട്. കനികളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം അറിയുവാനായിട്ടാണ് ഈ കാനറി പക്ഷികളെ പറത്തിവിടാറുള്ളത്. അവിടെ ഓക്സിജൻ്റെ സാന്നിധ്യമുള്ള പക്ഷം ഈ പറന്നു ചെല്ലുന്ന കാനറി പക്ഷികൾ തിരികെ വരാറുണ്ട്. ഇല്ലാത്ത പക്ഷം ഈ കാനറി പക്ഷികൾ അവിടെ തന്നെ ചത്തു വീഴുന്നതായിട്ടാണ് കാണുന്നത്. ഇതുപോലെയാണ് ഈ നോമ്പ് സമയമെന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ അവസാനത്തെ ഓക്സിജൻ, വായുശ്വാസമായി ഈ നോമ്പ് നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുകയാണ്. ദൈവ സാന്നിധ്യം ഇല്ലാത്ത പക്ഷം ഈ നോമ്പ് നിർജീവമായ അവസ്ഥയിലേക്ക് മാറിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, വിത്ത് വിതയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കർഷകൻ്റെ പുറകെ ഒരു കേദാരവും ഒരു വയലും പോകുന്നില്ല. എന്നാൽ വിത്ത് വിതയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കർഷകൻ വയലിൻ്റെ പുറകെ പോകുന്നുവെന്നാണ് പിതാക്കന്മാർ വലിയ നോമ്പിൻ്റെ പ്രാർത്ഥനകളിലും പാട്ടുകളിലുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. തീർച്ചയായും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അനുതാപം മാനസാന്തരത്തിലേക്കും മാനസാന്തരം രക്ഷയിലേക്കും നയിക്കുന്ന തരത്തിലേക്ക് ഉദ്ധാനത്തിൻ്റെ വലിയ പെരുന്നാളുകളിൽ തമ്പുരാൻ്റെ സന്തോഷത്തിൽ ഭാഗവാക്കാകുവാൻ, പ്രത്യാശയുടെ ഉദ്ധാനത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഈ നോമ്പ് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.